യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 1-2 വചനങ്ങൾ. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഈ വചനത്തെ അടിസ്ഥാനമാക്കി വിശ്വദീപ്തി ഭവൻ്റെ പുറത്ത് ഒരു മാവിൻ്റെ കുറ്റിയിൽ നിന്ന്, ഒരു മാവിൻ്റെ അടിയിൽ നിന്ന് വേരുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ബ്രദർ മാത്യുവിൻ്റെ ആശയത്തിൽ ഉദിച്ച പുതിയ ഒരു പുൽക്കൂട് അവിടെ പണി ആരംഭിച്ചിരിക്കുന്നതാണ് കാണുന്നത്. പള്ളിയിൽ കഴിഞ്ഞ 24 ദിവസം വന്നവർക്ക് സമ്മാനം നൽകുകയാണ് അവിടുത്തെ സുപ്പീരിയറായ ഷിൻഡോ കോലത്തുപടവിൽ. എല്ലാവർക്കുമാണ് സമ്മാനം നൽകുന്നത്. രക്ഷകൻ പിറക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. യേശു അരുളി ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. യേശു ആരെയും ഉപേക്ഷിച്ചിട്ടില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, കെടാറായ തിരി കെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്പീരിയറായ കോലത്തുപടവിൽ സമ്മാനം എല്ലാവർക്കും നൽകുന്നത്. അവരുടെ കരങ്ങളിൽ ഒരു ഉണ്ണി യേശുവിൻ്റെ രൂപമാണ് നൽകുന്നത്. എത്രയോ സന്തോഷത്തോടെ ഭക്തിയോടെയാണ് ജനം മുഴുവനും വന്ന് സ്വീകരിക്കുന്നത്. ജനം മുഴുവനും മാമോദീസ സ്വീകരിക്കുവാൻ യോഹന്നാൻ്റെ അരികിലേക്ക് വരുന്ന അവസരത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ യേശു മാമോദീസ സ്വീകരിക്കുവാൻ ചൊല്ലുകയാണ്. ബെത്ലഹേമിലെ യേശു ഒരു സാധാരണക്കാരനെ പോലെയാണ് ജനിച്ചത്. ആ സാധാരണക്കാരൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഇതാ എൻ്റെ ആത്മാവ് പ്രസാദിച്ചവൻ എന്ന് പറയുകയാണ്. സ്വർഗം തുറക്കപ്പെട്ട് പ്രാവിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് സാക്ഷ്യം നൽകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് യേശു ജനിച്ചതിൻ്റെ അടയാളമായിട്ട് അവിടെ സമ്മാനം തരുന്നത്. ആ ദേവാലയത്തിൻ്റെ പുറത്ത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വചനപ്രകാരം മാത്യു ബ്രദർ മനോഹരമായ ഒരു ക്രിബ് ആരംഭിച്ചിരിക്കുന്നു. കണ്ടാൽ വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിഞ്ഞ ആ മനോഹരമായ പുൽക്കൂടിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ല. കാരണം ആ സമ്മാനം നൽകുന്ന അവസരത്തിൽ ജനത്തിന് മുഴുവൻ സമ്മാനം നൽകുവാനായിട്ട് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. ഈ അവസരത്തിൽ അവിടെ ആ മാവ് മുഴുവനും പൂത്തു നിൽക്കുകയാണ്. നല്ല മാങ്ങാപ്പഴം അവിടെ ആളുകൾക്ക് ലഭിക്കും. എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വലിയൊരു സന്ദേശം ആ ബ്രദർ അതിലൂടെ നൽകുകയാണ്. സാധിക്കുന്ന എല്ലാവരും തന്നെ ആ കൃപ വന്ന് കാണും. കാരണം അവിടെ ഉയർത്തിയ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ആ ക്രിസ്മസ് ട്രീ വന്ന് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഉയരം പോലെ തോന്നുന്ന അത്രയും മനോഹരമായ ക്രിസ്മസ് ട്രീ ആയിരുന്നു അവിടെ ഉയർന്നു വന്നത്. ദൈവവചന അധിഷ്ഠിതമായ പുൽക്കൂടുകൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഉയർന്നു വരട്ടെ. കുഞ്ഞുമക്കൾക്കത് ആനന്ദമാണ്. ഇത് വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. മനോഹരമായ ഈ പുൽക്കൂട് അവിടെ ഉണ്ണി പിറന്നു കഴിയുമ്പോൾ നിങ്ങൾ വരണം. പൂജരാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് കാഴ്ചകൾ അർപ്പിച്ചതുപോലെ കാഴ്ചകൾ അർപ്പിക്കണം. നമ്മുടെ ഹൃദയമാകുന്ന ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം.